ഇന്ന് ഉത്രാടപ്പാച്ചിലിൻ്റെ ദിവസം. രാവിലെ ഏറ്റവും വലിയ പൂക്കളം, ഏറ്റവും ഭംഗിയുള്ള പൂക്കളം ഉണ്ടാക്കുന്നതിനുള്ള തിരക്ക്. അതിനുശേഷം ഉച്ചയ്ക്ക് എന്തായാലും ഒരു സദ്യ കാണും, ഉത്രാട സദ്യ. അത് ചിലപ്പോൾ സ്വന്തം വീട്ടിലായിരിക്കും, ഇല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആരുടെയും പലരുടെയും. ഇപ്പം എൻ്റെ കാര്യം പറഞ്ഞാൽ എൻ്റെ സഹോദരൻ്റെ വീട്ടിലാണ് ഇന്നത്തെ സദ്യ. അതങ്ങനെ. പിന്നെ നാളെ നമ്മുടെ വാമനനെ വരവേൽക്കാൻ, വാമന ജയന്തിയാണ് നാളെ. ശ്രാവണ മാസത്തിലെ ദ്വാദശി ദിവസമാണ്. ദ്വാദശിയും നമ്മൾ അഷ്ടമി രോഹിണി എന്ന് പറയുന്ന പോലെ ദ്വാദശിയും തിരുവോണവും കൂടിയ നാളിലാണ് അദ്ദേഹം അവതരിച്ചത്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ഒരുക്കങ്ങൾ. തൃക്കാക്കരയപ്പനൊരു പൂവട വേണം, എന്തുകൊണ്ടൊരു പൂവട വേണം, വാഴപ്പഴം കൊണ്ടൊരു പൂവട വേണം. അപ്പോൾ നാളെ എങ്ങനെ മഹാബലിയെയും വാമനനെയും ഇല്ലേ, വാമന ജയന്തി, മഹാബലി നമ്മളെ കാണാൻ വരുന്ന ദിവസം. നമുക്ക് രണ്ടും കൂടെ ആഘോഷിക്കേണ്ട ദിവസമാണ് നാളെ. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം എല്ലാം, നാളെ രാവിലെ അടിക്കുകയോ തുടയ്ക്കുകയോ ഒന്നും ചെയ്യില്ല. ഇന്ന് വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് വീടെല്ലാം അടിച്ച് തുടച്ച് വൃത്തിയാക്കി തുടച്ചൊക്കെ ഇടണം. പിന്നെ പറഞ്ഞല്ലോ ഈ പൂവടയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ അത് നടത്തണം. പിന്നെ നാളെ രാവിലെ തുമ്പക്കുടം കൊണ്ട് മാലയൊക്കെ ഇടണം. അതിന് വേണ്ടിയിട്ട് ഇന്ന് തുമ്പക്കുടമൊക്കെ ശേഖരിച്ച് വെച്ച് വളരെ നല്ല രീതിയിൽ നാളെ നമുക്ക് മഹാബലിയെയും വാമനെയും രണ്ടുപേരും സ്വീകരിക്കല്ലേ. അങ്ങനെ എന്തോ ഒരു തിമിർപ്പിലാണ് കേരളം മുഴുവനും ഇന്ന്. പിന്നെ നാളത്തേക്കുള്ള അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാകാനുള്ള ആ ഒരു തത്രപ്പാടിലാണ് എല്ലാവരും. അങ്ങനെ കൈമെയ് മറന്ന് മലയാളികൾ മുഴുവനും നാളത്തെ ഓണാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ഓണം ആശംസിക്കുന്നു. നാളെ രാവിലെ വെളുപ്പിനെ ഉണർന്ന് വാമനനെ പൂജിക്കാം. നമ്മുടെ ആ തറയുണ്ടല്ലോ, പൂവിട്ട തറയുണ്ടല്ലോ, അതിൽ അരിമാവ് അണിഞ്ഞ് അതിലാണ് ഒരു പീഠം ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് വാമനനെ ഇരുത്തി നമ്മൾ പൂവടയൊക്കെ കൊടുത്ത് അങ്ങനെ വാമനനെ സ്വീകരിക്കുന്നത്. അങ്ങനെ ഈ ഓണം എല്ലാവർക്കും നല്ലൊരു അനുഭവമാകട്ടെ എന്ന് ആശംസിക്കുന്നു.